ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ ചെറിയൊരു വന്ദേ ഭാരത് ബ്ലോഗാണ് കേട്ടോ. ഇന്ന് ഞാൻ ചെന്നൈയിൽ നിന്ന് നാഗർകോവിൽ വരെ പോകുന്ന ഒരു വന്ദേ ഭാരതിൽ ഞാനൊരു ജസ്റ്റ് ഒരു റൈഡ് നടത്തിയായിരുന്നു. അതിൻ്റെ ചെറിയ എക്സ്പീരിയൻസ് കേട്ടോ. ഞാൻ രാവിലെ ഒരു 4 മണിയൊക്കെ ആയപ്പോൾ ചെന്നൈ എഗ്മോർ സ്റ്റേഷനിൽ എത്തിയായിരുന്നു. എഗ്മോർ സ്റ്റേഷനിൽ ഇന്ന് 5 മണിക്കാണ് ട്രെയിൻ എടുക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ അങ്ങനെ ഇരുന്നു, കാരണം കുറേ സമയം ആവുമല്ലോ ഇനി ട്രെയിൻ വരാനായിട്ട്. അപ്പം ഇവിടെ ഒരു തിരക്കുമില്ല കേട്ടോ. ഇനി ട്രെയിനുകൾ വരാൻ കിടക്കുന്നേ ഉള്ളൂ, അതിൽ നിന്നാണ് ഫുള്ള് തിരക്ക്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ചായയൊക്കെ കുടിച്ചിരുന്നപ്പോഴാണ് നമ്മുടെ സാഫ്രോൺ വന്ദേ ഭാരത് എന്നെ ഞെട്ടിച്ചുകൊണ്ട് സാഫ്രോൺ വന്ദേ ഭാരത് വന്നത്. ഞാൻ വിചാരിച്ച് വെള്ളമായിരിക്കുമെന്ന്, പക്ഷേ ഇത് സാഫ്രോൺ പുതിയ വന്ദേ ഭാരതാണ് കേട്ടോ. അപ്പോൾ ഓട്ടോമാറ്റിക് ഡോറാണ് കേട്ടോ. ഈ ഓട്ടോമാറ്റിക് ഡോറൊക്കെ തുറന്നു ഞാൻ അകത്ത് കയറി പെട്ടിയൊക്കെ എടുത്തു വെച്ചു. നേരെ ചെന്നതും നമ്മുടെ ഓട്ടോമാറ്റിക് ഡോറ് വീണ്ടും ആ ഓട്ടോമാറ്റിക് ഡോർ തുറന്നു അകത്ത് കയറിയപ്പോൾ ആരുമില്ല കേട്ടോ. കാരണം ചെന്നൈ എഗ്മോറിൽ നിന്ന് ഭയങ്കര കുറച്ച് പേരാണ് കയറുന്നത്. എല്ലാവരും കയറുന്നത് താമ്പരത്ത് നിന്നാണ് കേട്ടോ. താമ്പരത്തിൽ നിന്ന് ട്രെയിൻ ഫുള്ളായി. ഇതിപ്പോൾ നമ്മൾ ലെഗ് റെസ്റ്റാണ്. അതുപോലെ തന്നെ ഒരു ട്രേ ടേബിളുണ്ട് നമ്മുടെ സീറ്റിൻ്റെ അവിടെയായിട്ട് ഫുഡ് കഴിക്കാനായിട്ട്. അതുപോലെ ഒരു മാഗസീൻ പൗച്ച്. ഇതാണ് ബാത്റൂം. എൻ്റെ പൊന്നു അടിപൊളി ബാത്റൂം. നമ്മൾ ട്രെയിനിൽ കാണുന്ന സ്ഥിരം ബാത്റൂമുകളൊന്നും അല്ല, കിടിലം എല്ലാം ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ വന്ന് കയറിയപ്പോൾ തന്നെ നമുക്കൊരു ന്യൂസ് പേപ്പർ കിട്ടിയായിരുന്നു. തമിഴിൻ്റെയും അതുപോലെ തന്നെ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്കൊരു ബോട്ടിൽ, ഒരു 500 ml ഒരു ബോട്ടിൽ വെള്ളം കിട്ടി. അപ്പോൾ അഡീഷണൽ വേണമെങ്കിൽ നമുക്കൊരു 500 ml കൂടി അവർ തരും. പിന്നെ അതുപോലെ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വണ്ടി എടുത്തപ്പോൾ തന്നെ ഒരു ടീ കിറ്റ്, അതിൽ കൂടെ തന്നെ ഒരു ടീ കിറ്റും അതുപോലെ ഒരു ബിസ്ക്കറ്റും ഉണ്ടായിരുന്നു. പിന്നെ ട്രെയിൻ എടുത്തു. ട്രെയിനെന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നു അടിപൊളി, അതുപോലത്തെ പറപ്പിക്കുക 110. അപ്പോഴേക്കും എന്താ ഒരു ഫുഡ് വന്നു. ഫുഡെന്ന് പറഞ്ഞാൽ രാവിലെ ഞാൻ നോൺ വെജാണ് പറഞ്ഞത് കേട്ടോ. നോൺ വെജ് പറഞ്ഞ് അതിൻ്റെ അകത്തൊരു ഓംലെറ്റ് അതുപോലെ തന്നെ ബ്രെഡ് അതൊക്കെയാണ് ഉള്ളതായിരുന്നത്. അപ്പോഴേക്കും തിരുച്ചിറപ്പള്ളി സ്റ്റേഷൻ കഴിഞ്ഞു. നമ്മൾ ഈ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വണ്ടി നമുക്ക് ആ അകത്തിരുന്ന് അറിയാൻ പറ്റത്തില്ല കേട്ടോ, അത്രയ്ക്ക് സ്പീഡിലാണ് വണ്ടി പോകുന്നത്. അപ്പോൾ തിരുനെൽവേലി കഴിഞ്ഞു, തൊട്ടപ്പുറത്ത് തന്നെ ഡിണ്ടിഗലുമായി അത്രയ്ക്ക് സ്പീഡാണ്. ഞാൻ വിചാരിച്ചു ഈ ഒരു 750 കിലോമീറ്റർ 8 മണിക്കൂർ കൊണ്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ എക്സ്പീരിയൻസ് കേട്ടോ. കാരണം പറക്കുക. അത് അതിനിടയ്ക്ക് തന്നെ മധുരൈ വിട്ടതും വണ്ടി ഒരു ഒറ്റ വിടല, ഭയങ്കര പറന്നു പോവുക വണ്ടി. അതുപോലെ തന്നെ നല്ല കിടിലൊക്കെ. അപ്പോഴും തന്നെ നമ്മുടെ ലഞ്ചിൻ്റെ സമയമായി. ലഞ്ച് വന്നു. റൈസ്, അതുപോലെ തന്നെ ദാല്, പിന്നെ നോൺ വെജ് കറി. ഞാൻ ചിക്കനാണ് എടുത്തത്. പക്ഷേ ഫുഡ് എനിക്ക് ഒന്നും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. കാരണം പാക്ഡായിട്ട് വരണ ഫുഡ് മാത്രമേ എനിക്ക് ഇഷ്ടപ്പെട്ടുള്ളൂ. പിന്നെ തിരുനെൽവേലി സ്റ്റേഷൻ കഴിഞ്ഞപ്പോൾ നമ്മുടെ നാഗർകോവിലിനെ അടുപ്പിച്ചായപ്പോൾ തന്നെ നമ്മളെ മലനിരകളും അതുപോലെ തന്നെ നമ്മുടെ കാറ്റാടി പാടങ്ങളൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ അത് കഴിഞ്ഞ് ഇങ്ങനെ വന്നുകൊണ്ടേ പെട്ടെന്നൊരു മഴ ഭയങ്കര ഒരു മഴ ഒരു കുറച്ച് സമയത്തേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ വണ്ടി കുറച്ചൊന്ന് സ്ലോ ആയ ശേഷം നമ്മൾ നാഗർകോവിലിൽ റീച്ചായി ഒരു മണിയായപ്പോൾ തന്നെ വണ്ടി എത്തി. 12:50 എത്താണ്ട്. അപ്പോൾ നമ്മുടെ വ്ളോഗൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.